ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 2 ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ മാത്രമേ അറിയാനുള്ളൂ. കാരണം നമുക്ക് ഈ ചാപ്റ്റർ മാത്രമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. വളരെ റെയർ ആയിട്ടാണ് ഇവർ ചോദിക്കാറുള്ളത്. ഓക്കെ, ഈ ചാപ്റ്റർ മാത്രമായിട്ട് ഇവർ ചോദിക്കുന്നത് വളരെ റെയറാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കൂടുതലും പക്ഷേ ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ അടുത്ത യൂണിറ്റ് മുതൽ, അതായത് അഡ്മിഷൻ റിട്ടയർമെൻറ്റ് ഡെത്തിലൊക്കെ എന്ത് ചെയ്യും, അവിടേക്ക് ഇവർ ഗുഡ് വില്ലിന് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചോദിക്കുക. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ അറിയാന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററിലും ബാക്കിയുള്ള യൂണിറ്റിലും എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ മാത്രമേ ചോദിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ വളരെ റെയർ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇവർ ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, ആകെ 3 തവണ ഈ ലാസ്റ്റ് 18 അറ്റംപ്റ്റ് നോക്കുമ്പോൾ ആകെ 3 തവണ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതും ഡിഫറെൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്ക് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു തവണ മാത്രം ഇല്ലുസ്ട്രേഷൻ 2 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മെറ്റീരിയൽ അത്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്കൊന്ന് ഇതിനെ ഡിസ്കസ് ചെയ്യാം, എന്താണ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ നോളജ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗുഡ് വിൽ ഒരു റെപ്യൂട്ടേഷൻ, ഒരു ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം ഈ ഗുഡ് വിൽ നമ്മൾ വാല്യൂ എന്ന് എന്ത് ബേസ് ചെയ്തിട്ടാണ്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് ഗുഡ് വിൽ എന്ത് ചെയ്യുന്നത്, വാല്യൂ. ഗുഡ് വിൽ നമുക്ക് എന്താണ്, അസറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള അസറ്റ് പോലെ ഇത് വാങ്ങാൻ പറ്റുന്ന അസറ്റാണോ? അല്ല, ഇപ്പം നമുക്ക് ഫർണിച്ചർ വാങ്ങാം, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് തുടങ്ങി, സ്ഥാപനം വാങ്ങി, എൻ്റെ സ്ഥാപനം ഗുഡ് വിൽ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണോ? അല്ല, ഇത് ബിസിനസ് റൺ ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ്, ബിസിനസ്സിൻ്റെ ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക, നമ്മൾ റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡ് വാല്യൂ, ഒരു ഗുഡ് വിൽ നമ്മൾ പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഗുഡ് വിൽ നമ്മൾ അളക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായി, സെയിൽസ് ഉണ്ടായി. എന്തുകൊണ്ട് സെയിൽസ് ഉണ്ടായി, ആൾക്കാർ വാങ്ങിയുണ്ട്. എന്തുകൊണ്ടാണ് വാങ്ങിയത്, ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ, അത്രയും ഗ്രോത്തും അത്രയും ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഒരു ബിസിനസ്സിൻ്റെ ഗുഡ് വിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് ഗുഡ് വിൽ എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ 3 മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളൂ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തിയററ്റിക്കൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. എപ്പോഴൊക്കെ നമുക്ക് ഗുഡ് വില്ലിൻ്റെ ആവശ്യം വരുന്നത്, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ചസിൽ നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ നടക്കുമ്പം, പിന്നെ റിട്ടയർമെൻറ്റ് ഡെത്ത് എടുക്കുമ്പം, പിന്നെ ബിസിനസ് നമ്മൾ ഡിസോൾവോ അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പം, നമ്മൾ ബിസിനസ് നമ്മൾ വേറൊക്കെ സെല്ല് ചെയ്യില്ലേ. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് അങ്ങനെയാണല്ലോ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, കുറച്ച് സക്സസ് എടുക്കുക, സെല്ല് ചെയ്യുക. ഓക്കെ, അപ്പം ആ സമയത്ത് നമ്മൾ ഗുഡ് വിൽ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കേസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്, there are 3 മെത്തേഡ് ഫോർ വാല്യൂയിങ് ഗുഡ് വിൽ. ഏതാ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡാണ് വരുന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ തന്നെ വീണ്ടും 2 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കിയാൽ മനസ്സിലാവും. സിമ്പിൾ ആവറേജിൽ എങ്ങനെ ഗുഡ് വില്ലാണ്, ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. വെയ്റ്റഡ് ആവറേജിലോ, ഗുഡ് വിൽ ഈക്വൽ ടു വെയ്റ്റ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അപ്പോൾ വെയ്റ്റ് ആവറേജ് കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം, ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് വെയിറ്റ് ഒക്കെ കാണണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പം ഇയർ 2010, 11, 12, 13, 14. ഓക്കെ, ഇങ്ങനെ ഒരു 5 years. ഓക്കെ, പ്രോഫിറ്റ് 10,000, 23,000, 16,000, 21,000, 20,000. ഓക്കെ, ഇങ്ങനെ ലാസ്റ്റ് 5 yearsൻ്റെ പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2 years. ഓക്കെ, എന്താണ് ഈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, ഓൾറെഡി പഠിച്ചതല്ലേ നിങ്ങൾ. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2 years. Okay, find goodwill using average profit method. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗുഡ് വിൽ കാണുമെന്ന് വെച്ചാൽ ഗുഡ് വിൽ ഈക്വൽ ടു സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കാണണ്ടേ. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ഈ തന്ന പ്രോഫിറ്റ് ആവറേജ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു 10 നമ്പർ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ആ 10 നമ്പറിൻ്റെ ആവറേജ് എങ്ങനെയാണ്, ആ 10 നമ്പർ ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 10 ആക്കും. ഒരു 8 നമ്പർ തന്നാൽ അതിൻ്റെ ആവറേജ് എങ്ങനെയാണ്, ആ 8 നമ്പർ ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 8 ആക്കും. അതേപോലെ ഇവിടുത്തെ ഈ തന്ന 5 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് ആണ് എങ്ങനെയാണ്, 10,000 പ്ലസ് 23,000 പ്ലസ് 16,000 പ്ലസ് 21,000 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 5. അപ്പോൾ എത്രയാണ് വരിക, ഏകദേശം 23,000 പ്ലസ് 10,000 പ്ലസ് 16,000 പ്ലസ് 21,000 പ്ലസ് 20,000
ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് 18,000. അപ്പോൾ 18,000 ഇവിടുത്തെ ആവറേജ് പ്രോഫിറ്റ്. ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 18,000. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ നമ്മൾ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു 18,000 ഇൻറ്റു 2. എന്താ 2? നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2 അല്ലേ വന്നത്? ഓക്കെ, അപ്പോൾ എത്രയാണ്? 36,000 ഈ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. ക്ലിയർ ആയോ? ഏത് മെത്തേഡ് പ്രകാരം? സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഓക്കെ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. 10, 11, 12. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3 ആക്കട്ടെ. ഞാൻ 3 ആക്കിയിട്ടുണ്ട് കേട്ടോ. 3 years. ഫൈൻഡ് goodwill using average profit method. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ഗുഡ് വിൽ കാണുമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആവറേജ് തന്നെ 2 മെത്തേഡ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും. സിമ്പിൾ ആവറേജ് എന്ന് വെച്ചാൽ ഇവിടെ തന്ന ഈ പ്രോഫിറ്റ് നോക്കിയാൽ ഒരു ട്രെൻഡിലാണോ ഉള്ളത്? ട്രെൻഡ് എന്ന് വെച്ചാൽ കൂടിക്കൊണ്ടോ കുറഞ്ഞുകൊണ്ടാണോ ഉള്ളത്? അല്ല, മിക്സ് ആയിട്ടുള്ളത് ആയിരിക്കും. 10,000 കിട്ടും, പിന്നെ 23,000, 16,000, 21,000, 20,000 ഇടയ്ക്കിടയ്ക്ക് കൂടും, ഇടയ്ക്കിടയ്ക്ക് കുറയും. ഒരു ട്രെൻഡിലല്ല ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് മെത്തേഡ് നമ്മൾ നോർമലി ഏത് ആവറേജ് യൂസ് ചെയ്താൽ മതി? സിമ്പിൾ ആവറേജ് യൂസ് ചെയ്താൽ മതി. സിമ്പിൾ ആവറേജ് ആണ് പിന്നെ താഴെ സോൾവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ആവറേജ് ആണെന്നല്ലോ. ക്ലിയർ ആയോ? പക്ഷേ തന്നൊരു പ്രോഫിറ്റ് ഒരു ട്രെൻഡിലാണുള്ളത്. ഒന്നെങ്കിൽ കൂടിക്കൊണ്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടുണ്ട്. അത് കൂടിക്കൊണ്ട് കുറയുമ്പോൾ ഒരേ പ്രൊപ്പോർഷനേറ്റിൽ തന്നെ കൂടണമെന്നില്ല. ഇപ്പോൾ 10,000, 20,000 അങ്ങനെ കൂടണം. 10,000, 11,000, 12,000 അല്ലെങ്കിൽ 18,000, പിന്നെ ഒരു 19,000, പിന്നെ 44,000 അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായാൽ മതി. കൂടിക്കൊണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ പ്രൊപ്പോർഷനേറ്റിൽ ഇൻക്രിമെൻ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. ഇവിടെ പ്രോഫിറ്റ് 20 ഉണ്ട്, 23 ആയി, പെട്ടെന്ന് 32 ആയി, 45 ആയി, 50 ആയി. ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, കൂടിക്കൊണ്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ആവറേജ് മെത്തേഡ്, ചോദ്യത്തിൽ ആവറേജ് മെത്തേഡ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചോയ്സാണ് അത് സിമ്പിൾ ആവറേജ് ആണോ വെയിറ്റ്. പക്ഷേ ഇതൊരു ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ക്ലിയർ ആയോ? ഇവിടെ സിമ്പിൾ ആവറേജ് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആവറേജ് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ തന്ന പ്രോഫിറ്റ് ഒരു ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആവറേജ് മെത്തേഡിലാണ് ചോദിച്ചതെങ്കിൽ അവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഇവിടെ ആവറേജ് മെത്തേഡ് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഇതൊരു ട്രെൻഡ് അല്ലാത്തതുകൊണ്ടാണ് സിമ്പിൾ ആവറേജ് യൂസ് ചെയ്തത്. അപ്പോൾ ചില ആൾ ചോദിക്കും, സാർ ഇപ്പോൾ ഒരു മെത്തേഡ് അവർ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റനിൽ അവർ സിമ്പിൾ ആവറേജ് അല്ലെങ്കിൽ വെയ്റ്റ് ആവറേജ് പറഞ്ഞാൽ പിന്നെ ആ മെത്തേഡിൽ തന്നെ ചെയ്യുക. അത് പിന്നെ ട്രെൻഡ് ഉണ്ടോ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആവറേജ് മെത്തേഡ് മാത്രമാണ് കൊടുത്തെങ്കിൽ നമ്മൾ ചോയ്സാണ് അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഇയർ സെയിം ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. 10, 11 എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. 4 പ്രോഫിറ്റ് 23,000, 32,000, 45,000, 50,000. ഇനി ഇവിടെ നമ്മൾ വെയിറ്റേജ് കൊടുക്കണം. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. ഇനി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. 20,000, 46,000, 96,000, 1,80,000, 2,50,000. ടോട്ടൽ ചെയ്താലോ? വെയിറ്റ് ടോട്ടൽ ചെയ്താൽ 15, ഇത് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? 20,000 പ്ലസ് 96,000 പ്ലസ് 46,000 പ്ലസ് 1,80,000 പ്ലസ് 2,50,000. എത്രയാണ്? 5,92,000 ആണ് ടോട്ടൽ വരിക. അപ്പോൾ ഇവിടെ വെയിറ്റഡ്, അപ്പോൾ ഇവിടുത്തെ ഗുഡ് വിൽ എങ്ങനെ നമ്മൾ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു വെയിറ്റ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് അല്ലേ? അപ്പോൾ വെയിറ്റഡ് ആവറേജ് എങ്ങനെ കാണും? വെയിറ്റ് ആവറേജ് ഈക്വൽ ടു 5,92,000 ഡിവൈഡ് ബൈ 15. അപ്പോൾ എത്ര വരും? 39,467. അപ്പം ഗുഡ് വിൽ ഈക്വൽ ടു 39,467 ഇൻറ്റു എത്രയായിരുന്നു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്? 3. 1,18,400.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗുഡ് വിൽ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ആവറേജ് കാണുന്ന സമയത്ത് ഒരു ട്രെൻഡിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ആവറേജ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വെയിറ്റേജ് കൊടുക്കണം. വെയിറ്റേജ് കൊടുക്കുന്ന കുറേ കൺഫ്യൂഷൻ വരും. സാർ 1 2 3 4 5 കൊടുക്കണോ അല്ലെങ്കിൽ 5 4 3 2 1 കൊടുക്കണോ? അത് എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആണോ എന്ന് ചോദിച്ചാൽ കുറേ ഒരു ആ സെയിം ആണെന്ന് ഒരിക്കലല്ല. നമ്മളവിടെ വെയിറ്റേജ് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ, അതായത് കൂടുതൽ വെയിറ്റേജ് ഇതിൽ ഏതാ കൂടുതൽ വെയിറ്റേജ്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? 5 അല്ലേ? ഇപ്പോൾ ഇതൊരു 6 വർഷത്തെ ആണെങ്കിൽ 1 2 3 4 5 6 ആയനെ. 8 വർഷമാണെങ്കിൽ അങ്ങനെ 8, 10 ആണെങ്കിൽ 10 വരെ കൊടുത്തനെ. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ടത് റീസെൻറ്റ് ഇയേഴ്സിനാണ്. ഈ 2010 ആണോ 2014 റീസെൻറ്റ് ഇയേഴ്സ്? 2014 അപ്പോൾ 2010 റീസെൻറ്റ് ഇയേഴ്സിൻ്റെ പ്രോഫിറ്റിനാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. അത് എന്താ അതിൻ്റെ ലോജിക് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ പ്രോഫിറ്റ് ഓർഡർ ഉള്ളത്. 20,000, 23,000, 32,000, 45,000, 50,000. ഇനിയിപ്പോൾ അടുത്ത വർഷം എൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾ എത്രയാണ് പറയുക? 20,000 അടുത്താണോ പറയുക അല്ലെങ്കിൽ 50,000 അടുത്താണോ പറയുക? 50,000 അടുത്തല്ലേ? കാരണം ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത വർഷം 50,000 കൂടും. അപ്പോൾ 50,000 അടുത്തല്ലേ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലാണ്ട് ആദ്യം കിട്ടിയ പ്രോഫിറ്റ് അടുത്താണോ? അല്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ ആവറേജ് കാണുമ്പോൾ വെയിറ്റ് ആവറേജ് കാണാം. നമുക്ക് റീസണായിട്ട് കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് കൂടിയില്ലേ? റീസെൻറ്റ് ഇയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ് ബാക്കിയുള്ള ഇയേഴ്സ് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റിൽ എന്ത് ചെയ്യുക? ഗുഡ് വില്ലാണ്. അപ്പോൾ വെയിറ്റഡ് ആവറേജ് എങ്ങനെയാണോ? ഈ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റേജ്. ഇതാ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റേജ്. അപ്പോൾ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത് 39,460. ഗുഡ് വിൽ എത്രയാണ്? അത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 1,18,400. ഇങ്ങനെയാണ് വെയിറ്റഡ് ആവറേജ് ചെയ്യുക. ഇങ്ങനെയാണ് സിമ്പിൾ ആവറേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഡിഫറൻസ് ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മെത്തേഡ്. അപ്പം സിമ്പിൾ ആവറേജ് മെത്തേഡ് കഴിഞ്ഞാൽ അപ്പോൾ ആവറേജ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോട്ട് നോക്കി മനസ്സിലാവും. ഇഫ് ദി ഗിവൺ പ്രോഫിറ്റ് എക്സിസ്റ്റ് ഇൻ എ ക്ലിയർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ട്രെൻഡ്. തന്ന പ്രോഫിറ്റ് ഒരു ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് മോർ വെയിറ്റ് ടു ദി പ്രോഫിറ്റ് ഓഫ് റീസെൻറ്റ് ഇയർ. അപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് വെയിറ്റ് ആവറേജ് മെത്തേഡ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷേ നോ ട്രെൻഡ്, ഒരു ക്ലിയർ ഇല്ല, പ്രോഫിറ്റ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ട്രെൻഡ് ഇല്ലെങ്കിൽ ഗോ ബൈ സിമ്പിൾ ആവറേജ് മെത്തേഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഏതാ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ. ഈസിയാണ് ഈ മെത്തേഡ്. ബൈഹാർട്ട് ചെയ്യാനില്ല, കൂടുതൽ ആൾക്കാർ ബൈഹാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എങ്ങനെ നമ്മൾ ഗുഡ് വിൽ കാണുമെന്ന് വെച്ചാൽ ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. നമ്മൾ സിമ്പിൾ ആവറേജിലാണെങ്കിലോ ഗുഡ് വിൽ ഈക്വൽ ടു സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. വെയിറ്റഡ് ആവറേജിൽ ആണെങ്കിലോ ഗുഡ് വിൽ ഈക്വൽ ടു വെയിറ്റ് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിലോ ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ആക്ച്വൽ പ്രോഫിറ്റ് കാണണം. ഓക്കെ, ആക്ച്വൽ പ്രോഫിറ്റ് അതിന് അവിടെ സ്റ്റെപ്പ് ബൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വൽ പ്രോഫിറ്റ് അതായത് ആവറേജ് പ്രോഫിറ്റ് കാണണം, പിന്നെ നോർമൽ പ്രോഫിറ്റ് ആണ്, പിന്നെ സൂപ്പർ പ്രോഫിറ്റ് കാണണം. ഓക്കെ, അപ്പം ആക്ച്വൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആനുവലി ഇപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഒരു 8 to 12% ആണ് ഓരോ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമുക്ക് നോർമലി കിട്ടുന്ന റിട്ടേൺസ്. അതായത് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും സേഫസ്റ്റ്. പക്ഷേ ഏറ്റവും കുറവ് റിട്ടേൺസ് ആണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. കാരണം നമ്മൾ എമൗണ്ട് സേഫ് ആണ് അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു നോർമൽ റിട്ടേൺസ്, അതായത് ഞാനിപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മിനിമം ഒരു 12% എന്ത് കിട്ടും? റിട്ടേൺസ് കിട്ടും. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ നോർമൽ റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ആദ്യം ആക്ച്വൽ പ്രോഫിറ്റ് കാണാം. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് എനിക്ക് ശരിക്കും കിട്ടുന്ന പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 lakh ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചോ. എത്രയാ? 5 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. സപ്പോസ് ഞാൻ ഒരു 5 lakh ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു 1 lakh പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചോ. എത്ര പ്രോഫിറ്റ് കിട്ടി? 1 lakh പ്രോഫിറ്റ് 1 lakh കിട്ടി. ഓക്കെ, എൻ്റെ ബിസിനസ് ക്യാപിറ്റൽ 5 lakh, എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 1 lakh ആണ്. പക്ഷേ ഇവർ പറയുന്നുണ്ട് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ കിട്ടേണ്ട റിട്ടേൺസ് 10%. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 ലക്ഷം ആണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് സാധാരണ കിട്ടേണ്ട റിട്ടേൺസ് എത്രയാണ്? 50,000 അല്ലേ? ഇതിനെ നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും. എന്ത് പറയും? നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ്? 50,000. എങ്ങനെ 50,000 കിട്ടി? അതായത് 5 ലക്ഷത്തിൻ്റെ 10%.
ഈ 10% അത് ചോദ്യത്തിൽ പറയും. നോർമൽ റേറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ അവർ പറയും. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഇപ്പോൾ FD പോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടൂലേ. അപ്പോൾ ഏത് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സാധാരണ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് ഈ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% അല്ലെങ്കിൽ 20%. അത് ചോദ്യത്തിൽ അവർ തരും. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ വെച്ച് എനിക്ക് നോർമൽ റിട്ടേൺസ് എത്രയാണ്? 50,000 ആണ് എനിക്ക് കിട്ടേണ്ടത്. പക്ഷെ എനിക്ക് ആക്ച്വലി കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 1,00,000. ഇതിൻ്റെ ഡിഫറൻസ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. 50,000 എങ്ങനെ 50,000 വന്നു? 1,00,000 മൈനസ് 50,000. കാരണം സാധാരണ എനിക്ക് കിട്ടേണ്ട 50,000 അല്ലേ. എനിക്ക് നോർമലി എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് എത്ര? 50,000. പക്ഷെ എനിക്ക് ആക്ച്വലി കിട്ടിയത് എത്രയാ? 1,00,000. അപ്പോൾ നോർമലി കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്നില്ലേ? അതിന് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാം. നിങ്ങൾ ജനറലായിട്ട് ആലോചിച്ചു നമ്മൾ എപ്പോഴും സൂപ്പർ എന്നുള്ള വേർഡ് പറയും. നമ്മൾ കുറേ ഫ്രണ്ട്സിലൊക്കെ അറിയില്ലേ, അടിപൊളിയായി സൂപ്പറായി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയൂലേ. സൂപ്പർ എന്നൊക്കെ നമ്മൾ ഇടൂലേ. ചാറ്റ് ബോക്സും കമൻറ്റ് ബോക്സും ഒക്കെ നമ്മൾ ഇടൂലേ, അല്ലെങ്കിൽ നമ്മൾ അയക്കും മെസ്സേജ് ആക്കും ഒക്കെ ഇടൂലേ. എപ്പോഴും അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ. അതേപോലെ ഇവിടെ എക്സ്ട്രാ കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് നോർമലി കിട്ടേണ്ട പ്രോഫിറ്റിനേക്കാളും കൂടുതൽ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ സൂപ്പറായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഇവിടെ സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? നോർമലി കിട്ടേണ്ട റിട്ടേൺസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബിസിനസ് എനിക്ക് ശരിക്കും കിട്ടിയ പ്രോഫിറ്റ് ഇവിടെ 1 lakh ആണ്. പക്ഷേ ശരിക്കും നമുക്ക് നോർമലി എത്ര കിട്ടുമായിരുന്നു? 50,000. അപ്പോൾ 50,000-നെക്കാളും കൂടുതൽ 50,000 കിട്ടിയില്ലേ. ആ 50,000-ന് നമ്മൾ എന്താ പറയുക? സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കാണും? ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചോദ്യത്തിൽ അവർ തരും. 2 or 3 2 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഗുഡ് വിൽ എത്രയാണ്? 1 lakh. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ക്ലിയർ ആയോ? ഈസിയാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ശരിക്കും കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ചോദ്യത്തിൽ അവർ ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ നമ്മൾ കാണാം ഇങ്ങനെ. ഒന്നെങ്കിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഇപ്പോൾ മുകളിൽ നമ്മൾ ചെയ്തില്ലേ, വർക്കൗട്ട് ചെയ്തില്ലേ ക്വസ്റ്റനിൽ, ആ രീതിക്ക് എന്ത് ചെയ്യുക? ആവറേജ് പ്രോഫിറ്റ് കാണാം. പിന്നെ നോർമൽ പ്രോഫിറ്റ് കാണാം. നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ്? അതാ ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഒക്കെ ക്വസ്റ്റനിൽ അവർ തരും. ക്ലിയർ ആയി. പിന്നെ അവസാനം എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണും? ആവറേജ് പ്രോഫിറ്റ് നിന്ന് ആ നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ. ഇനി ആന്യൂറ്റി മെത്തേഡ് സംഭവമുണ്ട്. ഏത് മെത്തേഡാ? ആന്യൂറ്റി മെത്തേഡ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും. ആന്യൂറ്റി മെത്തേഡ് ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ആന്യൂറ്റി മെത്തേഡ് വരുന്നുണ്ട്. ഈ ആന്യൂറ്റി മെത്തേഡ് എന്ന് വെച്ചാൽ ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഈ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ആന്യൂറ്റി മെത്തേഡിൽ ഗുഡ് വിൽ എങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ആന്യൂറ്റി വാല്യൂ. ആന്യൂറ്റി വാല്യൂ ക്വസ്റ്റനിൽ അവർ എന്ത് ചെയ്യും? തരും. ഓക്കെ. ഈ ആന്യൂറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ടൈം വാല്യൂ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ടൈം വാല്യൂ അല്ലേ? അതായത് ഇപ്പോൾ നമുക്കൊരു 1 lakh കിട്ടി കഴിഞ്ഞാൽ ഒരു 5 years കഴിഞ്ഞാൽ ഈ 1 lakhന്റെ വാല്യൂഷൻ അങ്ങനെ തന്നെയാണോ? ഇപ്പം കിട്ടുന്ന 1 lakhന് കിട്ടുന്ന അതേ സാധനം നിങ്ങൾക്ക് ആഫ്റ്റർ 5 years കിട്ടോ? ഇല്ല. അപ്പോൾ അത് ആന്യൂറ്റി വാല്യൂക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചോദ്യം ഈ ആന്യൂറ്റി വാല്യൂ ക്വസ്റ്റനിൽ അവർ തരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൂപ്പർ പ്രോഫിറ്റ് ആ ആന്യൂറ്റി വാല്യൂ ഇപ്പോൾ 1.107 ഒക്കെ അവർ തരും. 1.1075 എത്ര അവർ തരും. അതായിട്ട് എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്തൊരു വാല്യൂ കിട്ടൂലേ. ആ വാല്യൂ ആണ് ഏത്? ഗുഡ് വിൽ ആസ് പെർ ആന്യൂറ്റി മെത്തേഡ്. ഏത് മെത്തേഡാ? ആന്യൂറ്റി മെത്തേഡ്. ഇത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആന്യൂറ്റി മെത്തേഡിൽ ഗുഡ് വിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണാം, ആന്യൂറ്റി വാല്യൂറ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആയിട്ടല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സൂപ്പർ പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓർ ആന്യൂറ്റി വാല്യൂ എന്നുള്ള രീതിക്ക് ഞാൻ കൊടുത്തത്. ക്ലിയർ അല്ലേ? ഇനി അവസാനത്തെ മെത്തേഡാണ് ഏത്? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഏത് മെത്തേഡാ? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെ കാണും? നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ശ്രദ്ധിച്ചോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അല്ല വേണ്ട, ഓക്കെ, ക്യാപിറ്റൽ 2 lakh ആണെന്ന് വെച്ചോ. ഓക്കെ. എൻ്റെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ 2 lakh ആണ്. പാർട്ട്നേഴ്സിൻ്റെ എൻ്റെ ബിൻ്റെ ക്യാപിറ്റൽ 2 lakh ആണ് സപ്പോസ്. ഓക്കെ. ഇനിയിപ്പം എനിക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ് 30,000 ആണെന്ന് വെച്ചോ. എനിക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ് എനിക്ക് 30,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒരു സ്ഥാപനത്തിന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10% ആണ്. എത്രയാ? 10%. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ 2 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 2 lakh. ഓക്കെ. അപ്പോൾ നമ്മൾ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് 20,000 അല്ലേ. പക്ഷേ എനിക്ക് എത്ര കിട്ടുന്നുണ്ട്? 30,000 കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കാണുമെന്ന് വെച്ചാൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ ആണെന്ന് വെച്ചാൽ ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഇൻടു ആക്ച്വൽ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ എക്സാമ്പിളിൽ അതായത് 2 lakh ആണ് ഞാൻ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തത്. ഈ 2 lakh ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് 30,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എൻ്റെ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് 30,000 ആണ് പ്രോഫിറ്റ് ശരിക്കും കിട്ടുന്നുണ്ടെങ്കിൽ എത്ര ക്യാപിറ്റൽ എൻ്റെ ഉണ്ടാവേണ്ടത്?
3 ലാക്ക് അല്ലേ? 3 ലാക്ക് ഉണ്ടെങ്കിലല്ലേ 3 ലാക്കിന് 10% 30,000 വരുള്ളൂ. പക്ഷെ എൻ്റെ ശരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 3 ലാക്ക് ആണോ? അല്ല, ഞാൻ 2 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ 30,000 വാങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു എങ്ങനെ കാണുമെന്ന് വെച്ചാൽ 30,000 ഇൻറ്റു റേറ്റ് ബൈ 100 എത്ര? 10% അല്ലേ? അപ്പോൾ 30,000 ഇൻറ്റു 100 ബൈ റേറ്റ് 100 ബൈ റേറ്റ് എത്രയാ? 100 ഡിവൈഡ് ബൈ റേറ്റ് എത്രയാ? 10. അപ്പോൾ എത്ര കിട്ടും നോക്കി? 3 ലാക്ക് അല്ലേ? 30,000 ഇൻറ്റു 100 ബൈ റേറ്റ് അപ്പോൾ എത്ര കിട്ടും? 3 ലാക്ക് അല്ലേ? അപ്പോൾ 3 ലാക്കാണ് എൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആ ആവറേജ് പ്രോഫിറ്റ് പ്രകാരം എൻ്റെ ഉണ്ടാവേണ്ട ക്യാപിറ്റൽ എത്രയാണ്? 3 ലാക്കാണ്. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു 3 ലാക്ക് മൈനസ് എൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 2 ലാക്ക്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഗുഡ് വിൽ. ഏത് മെത്തേഡ്? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കാണുമെന്ന് വെച്ചാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റൻ തരും, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിമ്പിൾ ആവറേജ് വെയിറ്റ് ആവറേജ് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് എത്ര ക്യാപിറ്റൽ ഇട്ടെങ്കിലാണ് എനിക്ക് ഈ റിട്ടേൺ. കാരണം അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൽ അവർ എന്ത് തരും? ഈ നോർമൽ റേറ്റ് അവർ തരും. അപ്പോൾ നോക്കി, അതായത് 3 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് 30,000 കിട്ടേണ്ടത്. പക്ഷെ അപ്പം എൻ്റെ ഗുഡ് വിൽ എങ്ങനെയാണ്? 3 ലക്ഷം ക്യാപിറ്റലാണ്. 3 ലക്ഷം ക്യാപിറ്റൽ 3 ലക്ഷം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടേണ്ട റിട്ടേൺസ് ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ? 2 ലക്ഷം. പക്ഷെ 2 ലക്ഷം ഇട്ട് ഞങ്ങൾക്ക് 3 ലക്ഷത്തിൻ്റെ എഫക്റ്റ് കിട്ടുന്നില്ലേ? അപ്പോൾ എക്സ്ട്രാ 1 ലാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അതാണ് എൻ്റെ സ്ഥാപനത്തിന് എന്ത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇതാണ് ഗുഡ് വിൽ. ഇതാണ് ഏത് മെത്തേഡ് പ്രകാരം? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം. അപ്പോൾ നോക്കി, ഗുഡ് വിൽ എങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യുക? ഗുഡ് വിൽ ഈക്വൽ ടു നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? അപ്പോൾ നോർമൽ ക്യാപിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ NRR. അതാണ് ഇപ്പം ചെയ്തത്. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ്. ഓക്കെ, 10% കൊണ്ട് 10. ഇപ്പോൾ 20 ആയിരുന്നെങ്കിലോ 100/20 എടുത്തേനെ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഏത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് വിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന രീതിക്കാണ് ഇപ്പോൾ ഫാസ്റ്റാക്കി എടുത്തത് കേട്ടോ. ഓക്കെ, ഇലിസ്ട്രേഷൻ 1 നമുക്ക് എല്ലാ മെത്തേഡിലും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വായിച്ചു നോക്കിയാൽ മതി. ലീ ആൻഡ് ലോസൺ ആർ ഇൻ ഈക്വൽ പാർട്ട്നേഴ്സ്. ദേ അഗ്രി ടു ടേക്ക് ഹിക്ക് എന്ന് പറഞ്ഞ വ്യക്തിനെ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചു. ഫോർ ദിസ് ഇറ്റ് വാസ് ഡിസൈഡ് ടു ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ലീ ആൻഡ് ലോസൺ ഏൺഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ 4 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 2019, 20, 21, 22. നോക്കി, ഇവിടെ പ്രോഫിറ്റ് ഒരു ഇൻക്രീസിങ് ഓർഡറിലല്ലേ? അല്ലെ, ഇൻക്രീസിങ് ഓർഡറിലാണുള്ളത്. ഓക്കെ, ഓൺ 31st December ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബൈ ലിയാൻസ്. ഓക്കെ, രണ്ടാളെ ക്യാപിറ്റൽ എത്രയുണ്ട്? ടോട്ടൽ 5 ലക്ഷം ഉണ്ട്. 2 പാർട്ട്നേഴ്സ് ഓൾറെഡി ഉണ്ടായത്. ഹിക്ക് എന്ന് പറഞ്ഞ പാർട്ട്ണർ അവർ പുതിയതായിട്ട് എടുക്കാൻ തീരുമാനിച്ചതാണ് കേട്ടോ. ഓക്കെ, ദ റേറ്റ് ഓഫ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ സാധാരണ ബിസിനസ്സിൽ കിട്ടുന്ന നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 20%. നോർമൽ ഈ ബിസിനസ്സിൽ കിട്ടുന്നല്ല പറഞ്ഞത്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സാധാരണ നോർമലി കിട്ടുന്ന റിട്ടേൺസ് 20%. ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഫോളോയിങ് വേരിയസ് മെത്തേഡ് പ്രകാരം നമ്മൾ ഗുഡ് വിൽ ഫൈൻഡ് ഔട്ട്. നമുക്ക് അറിയാം, നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മെത്തേഡ് 1 ഏതാ? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ അതിൽ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വെയിറ്റഡ് ആവറേജ് മെത്തേഡ്. കാരണം തന്ന പ്രോഫിറ്റ് ഒരു ഇൻക്രീസിങ് ഓർഡർ അല്ലേ? ഗുഡ് വിൽ ഈക്വൽ ടു വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ആ ചോദ്യത്തിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് തന്നിട്ടില്ല. അത് മിസ്റ്റേക്കാണ്, വിട്ടുപോയതാണ് കേട്ടോ. അത് നമുക്കൊരു 2 years ആയിട്ട് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാം കേട്ടോ. അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്, വിട്ടുപോയതാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2. ഓക്കെ, 2. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ആവറേജ് ആണ്. വെയിറ്റ് ആവറേജ് എങ്ങനെ കാണും? ആദ്യം ഇയർ ടേബിൾ വരക്കണ്ടേ? ഇയർ, പ്രോഫിറ്റ്, വെയിറ്റേജ്, പ്രൊഡക്റ്റ്. ഇയർ ഏതൊക്കെ വർഷം അവർ തന്നത്? 2019, 20, 21, 22 അല്ലേ? 19, 20, 21, 22. എത്ര പ്രോഫിറ്റ് അവർ തന്നത്? 1,20,000, 25, 30, 50. like 50, 120, 25, 30, 50. ഓക്കെ, ഇനി വെയിറ്റേജ് കൊടുക്കുക. വെയിറ്റേജ് എങ്ങനെ കൊടുക്കുക? ഞാൻ പറഞ്ഞു റീസെൻറ്റ് ഇയേഴ്സ് ആണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ വരാം? 1, 2, 3, 4 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതാണ്ടേ വെയിറ്റേജ് ആണ്, പ്രൊഡക്റ്റ് ആണ്ടേ. ഇവിടെ 1,20,000
ഇവിടെയോ 2,50,000, ഇവിടെയോ 3,90,000, ഇവിടെയോ 6,00,000. അപ്പോൾ ടോട്ടൽ എത്ര വരും? 6, 9, 10, 12, 13,60,000. ഓക്കെ, ടോട്ടൽ വെയിറ്റേജോ 4, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ വെയിറ്റഡ് ആവറേജ് എങ്ങനെ കാണും? വെയിറ്റഡ് ആവറേജ് ഇക്വൽ ടു 13,60,000 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് 1,36,000. അപ്പോൾ 1,36,000 ആണ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കേട്ടോ. അപ്പോൾ ഗുഡ് വിൽ എത്രയാ? ഗുഡ് വിൽ ഇക്വൽ ടു 1,36,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഞാൻ 2 അല്ലേ പറഞ്ഞേ, ഇൻറ്റു 2 വിച്ച് ഈസ് 2,72,000 ആണ് ഏത് മെത്തേഡിൽ? വെയിറ്റ് ആവറേജ് മെത്തേഡിൽ ഗുഡ് വിൽ. ക്ലിയർ ആയോ? ഇല്ലസ്ട്രേഷൻ 1. ഓക്കെ, നെക്സ്റ്റ് വൺ മെത്തേഡ് 2. ഓക്കെ, മെത്തേഡ് 2 നമുക്ക് ഏത് ചെയ്യാം? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് അല്ലേ? പക്ഷെ സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്ക് ആവറേജ് പ്രോഫിറ്റ് വേണം. ഇവിടുത്തെ ഈ ആവറേജ് എന്ന് പറയുന്നത് ഈ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇനി ഇവിടെ നമ്മൾ ആവറേജ് കാണുമ്പോൾ ഈ ചോദ്യത്തിൽ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ടേബിൾ രീതിക്കാണ് അവർ തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആവറേജ് കാണാം. സിമ്പിൾ ആവറേജിനും കാണാം, വെയിറ്റ് തന്നതൊരു ഇൻക്രീസിങ് കൊണ്ടാണ്. നിങ്ങൾ ഏത് ആവറേജ് ആണ്? വെയിറ്റ് ആവറേജ് ആണ്. അപ്പോൾ ഒന്നും കൂടി കണ്ടു. ഓൾറെഡി നിങ്ങൾ ഇവിടെ കണ്ടുവച്ചിട്ടില്ലതാ അല്ലേ? അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എത്ര ഇവിടെ? 1,36,000. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. നോർമൽ പ്രോഫിറ്റ് ഇക്വൽ ടു എത്ര ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ചോദ്യത്തിൽ 5 lakh അല്ലേ? രണ്ടുപേരും കൂടി 5 lakh ആണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ റേറ്റ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 20%. അപ്പോൾ എത്ര വരിക? 1 lakh ആണ് വരിക. എത്രയാ? 1 lakh അല്ലേ? ഏതാ ക്യാപിറ്റൽ 5 lakh, പിന്നെ നോർമൽ റേറ്റ് 20%. അപ്പോൾ 5 lakhന്റെ 20, കാരണം 5 lakh ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. സാധാരണ അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാ? ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 20% അല്ലേ? 1 lakh. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കണ്ടുകൂടെ? സൂപ്പർ പ്രോഫിറ്റ് ഇക്വൽ ടു ആക്ച്വലി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ? 1,36,000 മൈനസ് നോർമലി കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാ? 1 lakh. അപ്പോൾ എത്ര എക്സ്ട്രാ കിട്ടുന്നത്? 36. അപ്പോൾ ഈ 36,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. നോർമലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഗുഡ് വില്ലിനെ കണ്ടുകൂടെ? ഗുഡ് വിൽ ഇക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് എത്രയാ? 36,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 2. അപ്പോൾ എത്ര വരും? 72,000 ആണ് ഗുഡ് വിൽ. 72,000 ആണ് ഗുഡ് വിൽ. ഓക്കെ, 72,000 ആണ് ഇവിടുത്തെ ഗുഡ് വിൽ. ക്ലിയർ അല്ലേ? കേറിൻ്റെ ഗുഡ് വിൽ ഈക്വൽ ടു 36,000 ഇൻറ്റു 2 വിച്ച് ഈസ് 72,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ എത്രയാണ്? 72,000 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത് ആന്യൂറ്റി മെത്തേഡിൽ കാണുന്നുണ്ടെങ്കിൽ, ഏത് മെത്തേഡിലാണ്? ആന്യൂറ്റി മെത്തേഡിലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവർ ആന്യൂറ്റി വാല്യൂ അവർ തരും. ആന്യൂറ്റി വാല്യൂ ഈക്വൽ ടു ഒരു 1.1075 തന്നു എന്ന് വിചാരിച്ചോ, അസ്യൂം ചെയ്യാം. അപ്പോൾ എങ്ങനെ ഗുഡ് വിൽ ആണ്? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് എത്രയാ? സൂപ്പർ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ആന്യൂറ്റി വാല്യൂ കാണുന്നത്. സൂപ്പർ പ്രോഫിറ്റ് 36,000 അല്ലേ? അല്ലേതാ 36,000 ഇൻറ്റു ആന്യൂറ്റി വാല്യൂ 1.10756 ഇൻറ്റു 1.10756. അപ്പോൾ എത്രയാ? 39,872. ക്ലിയർ അല്ലേ? അപ്പോൾ ആന്യൂറ്റി വാല്യൂ 1 അല്ലെങ്കിൽ 0.7 അത് അവർ ക്വസ്റ്റനിൽ തരും. ഓക്കെ, അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൂപ്പർ പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇപ്പോൾ ആന്യൂറ്റി വാല്യൂ മെത്തേഡിലാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടാൽ ആന്യൂറ്റി വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? മെത്തേഡ് 2ൽ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ആന്യൂറ്റി വാല്യൂ മെത്തേഡും. ഓക്കെ, ഇനി മെത്തേഡ് 3 ഏതാ? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇവിടെ എങ്ങനെ ഗുഡ് വിൽ ആണ്? ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടിയത്? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടിയത്? ഓൾറെഡി മുകളിൽ കിട്ടിയില്ലേ? 1,36,000 കിട്ടി. ഓക്കെ, ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കാണും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഇക്വൽ ടു 1,36,000 ഇൻറ്റു 100/20 അല്ലേ?
കാരണം 100 rate ആണ്. അപ്പോൾ എത്ര വരും? 1,36,000 into 100 divided by 20 എത്രയാ? 6,80,000 വരെ. എത്രയാ? 6. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് 6,80,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കാണും? ഗുഡ് വിൽ ഈക്വൽ ടു 6,80,000. പക്ഷേ ആക്ച്വലി എത്ര ക്യാപിറ്റലേ ഉള്ളൂ? 5 lakh അല്ലേ? 5 lakh ഇട്ടിട്ട് തന്നെ ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ എന്ത്? ഗുഡ് വില്ലാണ് എത്രയാ? 1,80,000. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ത് ചെയ്യുക? ഗുഡ് വില്ല് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് 3 മെത്തേഡ് ഉള്ളത്. ക്ലിയർ ആകുന്നുണ്ട് എല്ലാവർക്കും? ഇതിൽ ആനി ടു വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് തന്നതാണ്. നമ്പർ ഓഫ് യൂസ് ഓഫ് പർച്ചേസ് ക്വസ്റ്റിൽ മിസ്സായി പോയതാണ്, അത് ഞാനൊരു 2 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഗുഡ് വില്ല് കാണണം ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ഗുഡ് വില്ലും ചോദിക്കാറുണ്ട്, റയർ ആയിട്ടാണ് അവർ ചോദിക്കാറുള്ളത്. പക്ഷേ ബാക്കിയുള്ള ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ കണ്ടുപിടിക്കുന്നത് ഗുഡ് വില്ല് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാണ്ടാവും? ചില ചാപ്റ്റേഴ്സ് അഡ്മിഷൻ കിട്ടാൻ ഗുഡ് വില്ല് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ സിമ്പിൾ ആവറേജ് ആയിരിക്കും, ചിലപ്പം വെയിറ്റ്. അപ്പോൾ ബേസിക്കലി അറിഞ്ഞു വെക്കുക. ഈ ഒരു യൂണിറ്റ് മാത്രമല്ല ബാക്കിയുള്ള യൂണിറ്റ് ഈസി ആണെങ്കിൽ ഇതൊക്കെ ബേസിക്കലി എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കുക. ഓക്കെ, ഓൾ ക്ലിയർ? എടാ ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെ കാണണമെന്നൊക്കെ ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളെ പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൺസേൺ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക. എന്താണ്, എങ്ങനെയാണ്, ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനനുസരിച്ച് നെക്സ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ. ഓക്കെ, കാരണം പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി പാർട്ട് 2 എന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷനാണ്. പിന്നെ പാർട്ട് 3 റിട്ടയർമെൻറ്റ് ഡെത്തും. ഈ റിട്ടയർമെൻറ്റ് ഡെത്തും ഇനിയുള്ള ചാപ്റ്റേഴ്സ്, അതായത് പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഓക്കെ, ഈ പാർട്ട് 2, പാർട്ട് 3 ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട് 2 മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട് 2, പാർട്ട് 3, പാർട്ട് ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി പാർട്ട് 2, അപ്പോൾ അഡ്മിഷൻ എങ്ങനെ ചെയ്യും, അതിൻ്റെ കൺസെപ്റ്റ് നോളജ് ഒക്കെ കറക്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 2, പാർട്ട് 3 ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് റിട്ടയർമെൻറ്റും ഡെത്തും ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരാനുണ്ട്, പക്ഷേ ഈസിയാണ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ പാർട്ട് 1 എന്ത് ചെയ്തു? എൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാം. ഓക്കെ.